സിക്സ്ത് സം പേപ്പർ അഡ്വാൻസ്മെൻറ്റ് ഇൻ ഇമേജിംഗ് മൊഡാലിറ്റീസ് യൂണിറ്റ് 4 കണ്ടിന്യൂ ചെയ്യുകയാണ്. ഫൈനൽ ടോപ്പിക്കായിട്ടുള്ള MMR ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ MMR കുറേ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അതാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. 26ഓളം യൂറോപ്യൻ കൺട്രീസ് ഉള്ളതിൽ 13 രാജ്യങ്ങളിലും MMR ആണ് എന്തിന് യൂസ് ചെയ്യുന്നത്? സ്ക്രീനിങ് ടൂളായിട്ട്. ഏതെങ്കിലും രോഗം വരുമ്പോൾ മെയിനായിട്ട് ട്യൂബർക്കുലോസിസ് പോലുള്ള ലങ് റിലേറ്റ് ചെയ്തിട്ടുള്ള രോഗങ്ങൾ വരുമ്പോൾ അതുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ആദ്യത്തെ ടെസ്റ്റായിട്ടാണ് MMR യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പെർമനൻറ്റ് പ്രോഗ്രാമായിട്ട് യൂസ് ചെയ്യുന്നത് ഇറ്റലിയിലും സ്വിറ്റ്സർലൻഡിലും നെതർലാൻഡ്, ജപ്പാൻ, UK ഓക്കെ. ഇതിൽ സ്റ്റഡിയാണ് പറയുന്നത്. സ്വിറ്റ്സർലാൻഡിൽ 1988 മുതൽ 1990 വരെ ഉള്ളതിൽ ചെക്ക് ചെയ്തപ്പോൾ 50,784 50,784 ഇമിഗ്രൻസിലും എന്തുണ്ടായിരുന്നു? വാർഡിൽ നിന്നും വന്നിട്ടുള്ള വാർഡിലേക്ക് എൻ്ററിങ് ചെയ്യുന്ന ആൾക്കാരുകളിൽ 674 ഫോറിൻ പീപ്പിളിനും അബ്നോർമാലിറ്റീസ് ഉണ്ടായിരുന്നു. ഇതിൽ 256 പേർക്കും ട്യൂബർക്കുലോസിസ് ഉണ്ട്. അതിൽ 34 പേരുടെയും 34 ആൾക്കാരുടെയും ഇത്തരത്തിലുള്ള റേഡിയോളജിക്കൽ ബേസ് ആയിട്ടുള്ള അബ്നോർമാലിറ്റീസ് ആണ് കണ്ടിട്ടുള്ളത്. മുന്നത്തെ, അതായത് വയസ്സായിട്ടുള്ള ആൾക്കാരുകളിലാണ് കൂടുതലും ഈ MMR ചെയ്യാറുള്ളത്. കൂടുതലും കാരണം റേഡിയേഷൻ റിസ്ക് വളരെ കുറവാണ്. മാത്രമല്ല അവർക്കാണെങ്കിൽ ക്ഷയം വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ജപ്പാനിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട്. ഡെയിലി ചെക്കപ്പ് പോലെ, അല്ലെങ്കിൽ നോർമൽ റൂട്ടീനായിട്ടുള്ള ചെക്കപ്പ് പോലെയാണ് അവിടെ MMR യൂസ് ചെയ്യണത്. അതായത് MMR കൂടുതൽ യൂസ് ചെയ്യുന്നത് ട്യൂബർക്കുലോസിസിൻ്റെ അസിംറ്റമാറ്റിക് ഫേസ്, അതായത് എന്തെങ്കിലും രോഗലക്ഷണങ്ങളൊന്നും കാണിക്കാത്ത സമയത്ത് പോലും MMR യൂസ് ചെയ്താൽ അവർക്ക് ട്യൂബർക്കുലോസിസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റുകൾ കൂടിയും ഇതിനോടൊപ്പം ചെയ്യാറുണ്ട്. പിന്നെ HIV ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. MMR എന്ന് പറയുന്നത് സ്ക്രീനിങ് ആണ്. ഇത് കുറേ ആൾക്കാരുകളുള്ള സ്ഥലത്ത് ഹൈ റിസ്ക് ഉള്ള പോപ്പുലേഷൻസിലാണ് കൂടുതലും ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഹോമോസെക്ഷൽസോ ഇൻട്രാവീനസ് ഡ്രഗ് യൂസേഴ്സിനൊക്കെ ഇടയിൽ ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയാണ്. ഓക്കെ, ഇത്രയാണ് നിങ്ങളുടെ 4th യൂണിറ്റ് വരുന്നത്. താങ്ക് യു.